നമ്മൾ ബർപ്പ് സ്യൂട്ട് മാത്രം റെഡിയാക്കിയൊക്കെ വരാം. നമ്മൾ ബർപ്പ് സ്യൂട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ബ്രൗസറിലും ഫോക്സി പ്രോക്സി സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പ്രോക്സി സെറ്റ് ചെയ്യണം. ഓക്കെ, പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെബിൽ കൊടുക്കുന്ന ഓരോ റിക്വസ്റ്റും അത് ബർപ്പ് സ്യൂട്ടിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ പ്രോക്സി സെറ്റ് ചെയ്യണം. സോ പ്രോക്സി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോക്സി പ്രോക്സി ഡൗൺലോഡ് ചെയ്യാം. ഫോക്സി പ്രോക്സി എക്സ്റ്റൻഷൻ, ജസ്റ്റ് ഫോക്സി പ്രോക്സി എന്ന് തന്നെ കൊടുത്താൽ മതി. ദെൻ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഫോക്സി പ്രോക്സി എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ നോർമലി നമ്മുടെ ലിനക്സിൽ ഏത് ബ്രൗസറാണ് ഉണ്ടാവുക? ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ മിക്കവാറും നമ്മുടെ ഫയർഫോക്സ് ആണ് ഉണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യും? ഫയർഫോക്സ് എക്സ്റ്റൻഷൻ അതാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഇനി അല്ല നിങ്ങൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ അല്ലെങ്കിൽ എഡ്ജ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്റ്റൻഷൻ വേണം നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നില്ലെങ്കിൽ പ്രോക്സിന്റെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് പ്രോക്സി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അവിടുന്ന് തന്നെ ആഡ് ചെയ്യാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, പ്രോക്സി സ്റ്റാൻഡേർഡ് അതിലൂടെ കാണുന്നുണ്ടാവും. ആഡ് ഇറ്റ് ടു ഫയർഫോക്സ് എന്ന് കാണുന്നുണ്ടാവും. സോ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പോപ്പ് ബോക്സ് നമുക്ക് വരുന്നുണ്ടാവും. അവിടെ അലോ എക്സ്റ്റൻഷൻ റൺ ഇൻ പ്രൈവറ്റ് വിൻഡോ. നമുക്ക് ചില സമയത്ത് പ്രൈവറ്റ് വിൻഡോയിലും ഇത് ആവശ്യം വരും. സോ അലോ എക്സ്റ്റൻഷൻസ് ടു റൺ ഇൻ പ്രൈവറ്റ് വിൻഡോ, അതും കൂടി ക്ലിക്ക് ചെയ്യുക, ആഡ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്തു. ആ എക്സ്റ്റൻഷൻ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ആക്സസിബിൾ ആണ്. സോ അത് പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. കണ്ടോ, പിൻ ചെയ്ത് വെക്കുമ്പോഴാണ് അതെന്ത് ചെയ്യാം? നമുക്കത് സ്ക്രീനിൽ കാണുന്ന രൂപത്തിൽ നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഈ എക്സ്റ്റൻഷൻസിൽ പോയിട്ട് വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ കൊടുക്കുക. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ആ എക്സ്റ്റൻഷൻ ഇവിടെ വന്നിട്ടുണ്ടാകും. ഇവിടെ അതിൽ എക്സ്റ്റൻഷൻസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഫോക്സി പ്രോക്സി ഒന്ന് കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ ആ എക്സ്റ്റൻഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോക്സി പ്രോക്സി എക്സ്റ്റൻഷൻ വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ദെൻ അവിടെ ഓപ്ഷൻസിൽ പോവാം. അവിടെ നമ്മൾ ഒരു പ്രോക്സി ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓപ്ഷൻസിൽ പോവാം. ദെൻ അവിടെ പ്രോക്സീസ് എന്ന് പറയുന്ന ഒരു മെനു ഉണ്ടാകും. പ്രോക്സീസ് അതിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഇവിടെ ആഡ് എന്ന് കൊടുക്കുക. ആഡ്. ദെൻ ടൈറ്റിൽ നമ്മൾ കൊടുക്കുക. ജസ്റ്റ് ഈ ഒരു പ്രോക്സിക്ക് ഒരു പേര്, ഒരു പ്രോക്സി നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. പ്രോക്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ആണ് ഫോക്സി പ്രോക്സി. സോ പുതിയൊരു പ്രോക്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബർപ്പ് പ്രോ, ജസ്റ്റ് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, അത്രേ ഉള്ളൂ. ബർപ്പ് പ്രോ എന്ന് കൊടുക്കുക. നമ്മൾ ഇതുപോലെ ഒരുപാട് എക്സ്റ്റൻഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ അതിനൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഓരോന്നിനും ഓരോ കളർ കൊടുക്കുക. ഓക്കെ, നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്തോട്ട് ഒരു കണക്ഷൻ പോകുമ്പോൾ ആദ്യം ഈ പ്രോക്സിയിൽ ടച്ച് ചെയ്തിട്ട് വേണം പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എവിടെയാണോ പ്രോക്സി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത്, അതിന്റെ IP ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മളുടെ കമ്പ്യൂട്ടർ തന്നെയാണ് പ്രോക്സി. സോ നമ്മളിവിടെ കൊടുക്കേണ്ട IP എന്താണ്? ലൂപ്പ് ബാക്ക് IP ആണ് 127.0.0.1. ഓക്കെ, നമ്മുടെ ഡിവൈസിനെ തന്നെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള IPs ആണ് ലൂപ്പ് ബാക്ക് IP. ഇവിടെ കൊടുക്കേണ്ടതാണ് ലൂപ്പ് ബാക്ക് IP ആണ്. ഇനി നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്കാണ് റിക്വസ്റ്റുകൾ പോകേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കമ്പ്യൂട്ടറിന്റെ IP ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എന്താണ് റിക്വസ്റ്റുകൾ നമുക്ക് കാണേണ്ടത്. സോ നമ്മളുടെ IP തന്നെ കൊടുത്തു. ദെൻ പോർട്ട് നമ്പർ 8080. ഇത് എന്തുകൊണ്ട് ഞാൻ ഈ പോർട്ട് നമ്പർ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബർപ്പിന്റെ ഉള്ളിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 8080 ആണ്. സത്യത്തിൽ നമ്മൾ ഈ ഒരു ഇവിടെ നമ്മൾ IP സെറ്റ് ചെയ്യുന്നത് ആരെയും കൂടി നോക്കിയിട്ടാണ്, ബർപ്പ് സ്യൂട്ടിനെ കൂടി നോക്കിയിട്ടാണ്. സോ അവിടെ അത് 8080 ആണ് ബൈ ഡീഫോൾട്ട്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെയും 8080 കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ ഏത് പോർട്ടും കൊടുക്കാം. പക്ഷെ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ബർപ്പ് സ്യൂട്ടിലും ആ പോർട്ട് മാറ്റി കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രയും സെറ്റ് ചെയ്യാം. ദെൻ അതിനുശേഷം ഇവിടെ സേവ് എന്ന് കൊടുക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്രോക്സി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പ്രോക്സി എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ബർപ്പ് സ്യൂട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബർപ്പ് സ്യൂട്ടിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? നോർമലി നമ്മൾ ഒരു റിക്വസ്റ്റ് വെബ് പേജിലേക്ക് അയച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ ഇൻസ്റ്റാഗ്രാം എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ www.instagram.com എന്ന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? എന്റെ റിക്വസ്റ്റ് നേരിട്ട് സെർവറിൽ പോകും. ആരുടെ? ഇൻസ്റ്റാഗ്രാമിന്റെ സെർവറിൽ പോകും. അവിടുന്നാണ് പേജ് ലോഡായിട്ട് വരുന്നത്. എന്നാൽ നമ്മൾ ബർപ്പ് സ്യൂട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോകുന്ന സമയത്ത് ഒരുപാട് റിക്വസ്റ്റുകളും റെസ്പോൺസുകളും വർക്ക് ചെയ്യുന്നില്ലേ? ഇതൊന്നും നമ്മൾ കാണുന്നില്ല. നോർമലി നമ്മൾ ബ്രൗസർ യൂസ് ചെയ്യുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. സോ ഇതിന്റെ ബിഹൈൻഡിൽ എന്താണ്, ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് റിക്വസ്റ്റുകൾ പോകുന്നത്, എങ്ങനെയാണ് റെസ്പോൺസുകൾ വരുന്നത്, അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഡിവൈസിൽ തന്നെ ഒരു ഇന്റർമീഡിയറ്റ് പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യും. അതാണ് ആര്? ബർപ്പ് സ്യൂട്ട് എന്ന് പറയുന്നത്.
അപ്പൊ നമ്മളുടെ റിക്വസ്റ്റുകളൊക്കെ ആര് വഴിയായി പോവുക? വർക്ക് സ്യൂട്ട് വഴിയാണ് പോകുന്നതെങ്കിലും റെസ്പോൺസ് വരെ ആര് വഴിയായിരിക്കും? ഈ വർക്ക് സ്യൂട്ട് വഴിയായിരിക്കും. സോ ആർക്കൊക്കെ കാണാൻ പറ്റും? വർക്ക് സ്യൂട്ടിനൊക്കെ കാണാൻ പറ്റും. അതുവഴി നമുക്കതെല്ലാം കാണാൻ പറ്റും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, നമുക്കതിൽ മാനിപ്പുലേഷൻസ് വരുത്താനും പറ്റും. ഓക്കെ, പോകുന്ന റിക്വസ്റ്റുകൾ, നമുക്ക് ആ റിക്വസ്റ്റുകൾ എന്തൊക്കെയാണ്, റിക്വസ്റ്റുകളെയും റെസ്പോൺസുകളെയും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ആ റിക്വസ്റ്റുകളെയും റെസ്പോൺസുകളെയും നമുക്ക് എന്ത് ചെയ്യാനും പറ്റും? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു റിക്വസ്റ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നടത്താൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആരെ? വർക്ക് സ്യൂട്ടിനെ. സോ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തു. ഇനി നിങ്ങൾ ഒരു പുതിയ ടാബ് എടുത്തിട്ട് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇവിടെ ബർപ്പ് പ്രോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത പ്രോക്സി ഇവിടെ എനബിൾ ആയിട്ട് കാണുന്നുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ബർപ്പ് സ്യൂട്ടിലേക്ക് പോവുക. ബർപ്പ് സ്യൂട്ട് നമ്മൾ എന്ത് ചെയ്യാം? അവിടെ സ്റ്റാർട്ട് ഇവിടെ കണ്ടിട്ടായിരുന്നില്ലേ, നെക്സ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ ബർപ്പ് സ്യൂട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യാം? നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക, സ്റ്റാർട്ട് ബർപ്പ്. അവിടെ വർക്ക് സ്യൂട്ട് ഓപ്പൺ ആയിട്ട് വരും. ഫസ്റ്റ് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് പ്രോക്സി സെറ്റിംഗ്സ് ആണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ഇതൊക്കെ നമ്മൾ പിന്നീട് ഓരോരോ മെനുകൾ, ഇതൊക്കെ ഓരോ മൊഡ്യൂൾസ് ആയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ വർക്ക് സ്യൂട്ടിന്റെ മൊഡ്യൂൾസ് ആണ്. ഡാഷ്ബോർഡ്, ടാർഗറ്റ്, പ്രോക്സി, ഇൻട്രോഡർ, റിപ്പീറ്റർ, കൊളാബറേറ്റർ എന്നൊക്കെ പറയുന്നത് വർക്ക് സ്യൂട്ടിന്റെ ഓരോ മൊഡ്യൂളാണ്. സോ ഈ ഒരു അപ്ലിക്കേഷൻ നമ്മൾ ഫുള്ളായിട്ട് പഠിക്കണം. നമ്മൾ വെബ് അപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ബഗ് ബൗണ്ടി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ അപ്ലിക്കേഷനിൽ നമ്മൾ അത്രയും പെർഫെക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാ മെനൂസും നമ്മൾ പിന്നീട് മനസ്സിലാക്കണം. ഇനി ഇതിന്റെ ഒക്കെ പുറമെ ഇവിടെ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞിട്ട് മെനൂസ് ഇനിയും കൂട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെ നമ്മൾ ഓരോ മൊഡ്യൂൾസ് എന്നാണ് പറയാം. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താണ് നോക്കേണ്ടത്? പ്രോക്സി എന്ന് പറയുന്ന മൊഡ്യൂളാണ്. സോ ഇവിടെ പ്രോക്സി എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. പ്രോക്സി സെറ്റിംഗ്സ് നോക്കേ, ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത IP അഡ്രസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, 127.0.0.1. ദെൻ ആ ഒരു പോർട്ട് നമ്പറും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മറ്റൊരു ഡിവൈസിലാണ് ഈ കമ്പ്യൂട്ടറിൽ നിന്ന് പോകുന്ന റിക്വസ്റ്റുകളൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എഡിറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഈ IP അഡ്രസ് മാറ്റി കൊടുക്കണം. എന്നിട്ട് ആ ഡിവൈസിന്റെ IP ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അതിൽ സെലക്ട് ചെയ്യാം ഏതാണോ ആ സ്പെസിഫിക് IP അഡ്രസ്, ആ IP അഡ്രസ് ഇവിടെ കൊടുക്കുക. വേറെ ഏതെങ്കിലും ഡിവൈസിലേക്കാണ് നമ്മുടെ റിക്വസ്റ്റുകളൊക്കെ പോകേണ്ടതെന്നുണ്ടെങ്കിൽ. നമ്മൾ ആൻഡ്രോയിഡ് പെൻ ടെസ്റ്റിംഗിലൊക്കെ അങ്ങനെയാണ്. മൊബൈൽ ഫോണിൽ നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും റിക്വസ്റ്റ് പോകേണ്ടത് അങ്ങോട്ടാണ്. മൊബൈലിൽ തന്നെയാണോ നമ്മൾ കാണുന്നത്? അല്ല, നമ്മുടെ കമ്പ്യൂട്ടറിലാണ് കാണേണ്ടത്, കാലിലാണ് കാണേണ്ടത്. സോ നമ്മൾ ആൻഡ്രോയിഡ് പെൻ ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാര്യം സെറ്റ് ചെയ്ത് വെക്കും, നമ്മളുടെ ഡിവൈസിൽ IP മാറ്റി വെക്കും. എന്നാൽ ഈ സിറ്റുവേഷനിൽ നമുക്ക് ഇവിടെ മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? ലൂപ്പ് ബാക്ക് IP ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിവിടെ സെറ്റ് ചെയ്തു. അപ്പൊ ഇതിന് നോക്കിയിട്ടാണ് ഇവിടെ 8080 ആയതുകൊണ്ടാണ് അവിടെ നമ്മൾ 8080 കൊടുത്തത്. അവിടെ മാറ്റിയിരുന്നുവെങ്കിൽ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? എഡിറ്റ് ചെയ്തിട്ട് അത് ചേഞ്ചസ് വരുത്തണം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ചെയ്യാനുണ്ട്. നേരെ എന്ത് ചെയ്യാം? നമ്മളുടെ ഫോക്സി പ്രോക്സിയിൽ വരിക, നമ്മളുടെ ഈ എക്സ്റ്റൻഷൻ ഓൺ ആക്കുക. ഈ എക്സ്റ്റൻഷൻ ഡിസബിൾ ആവുന്ന സമയത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? നോർമൽ ബ്രൗസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ വർക്ക് ചെയ്യാം? നമ്മൾ അയക്കുന്ന ഓരോ റിക്വസ്റ്റ് നേരിട്ടുള്ള സെർവറിലേക്ക് പോവാം. എങ്ങോട്ട് പോയിട്ടേ പോവുള്ളൂ? ഈ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഫോക്സിയിലേക്ക് പോയെന്താ പ്രോക്സിയിലേക്ക് പോയിട്ടാണ് അത് എങ്ങോട്ട് പോവാ? ഇന്റർനെറ്റിലേക്ക് പോവാ. അപ്പൊ അത് നമ്മൾ ഇവിടെ എനേബിൾ ചെയ്തു. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? വർക്ക് പ്രോ എനേബിൾ ചെയ്തു. ഇനി ഞാൻ ഈ കമ്പ്യൂട്ടറിൽ എന്ത് കമ്മ്യൂണിക്കേഷൻ നടത്തിയാലും നേരിട്ട് ഇന്റർനെറ്റിലേക്ക് പോവോ? ഇല്ല, വർക്ക് സ്യൂട്ടിൽ ടച്ച് ചെയ്തിട്ടേ പോവുള്ളൂ. പക്ഷെ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ കണ്ട അതേ IP അഡ്രസ്സും പോർട്ട് നമ്പറും തന്നെ കൊടുക്കുന്നു. 127.0.0.1. പോർട്ട് നമ്പർ നമ്മൾ എത്ര കൊടുത്തത്? 8080. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതിന്റെ ഒരു ഹോം പേജ് കാണും, ഇവിടെ ഒരു പേജ് കാണും. ഇവിടെ ഉണ്ട് ഒരു CA സർട്ടിഫിക്കറ്റ് എന്ന് കാണുന്നുണ്ട് റൈറ്റ് സൈഡിൽ. ആ CA സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് ഡൗൺലോഡ് ആവും. ഓക്കെ, CACERT.DER എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആവും. ദെൻ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ഏത് ബ്രൗസർ ആണോ നമ്മൾ പെൻ ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ആ ബ്രൗസറിൽ ഈ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ബ്രൗസറിന്റെ ഏത് ബ്രൗസർ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ബ്രൗസറിന്റെ സെറ്റിംഗ്സിൽ വരിക. ഓക്കെ, ദെൻ ഓരോ ബ്രൗസറിലും സർട്ടിഫിക്കറ്റ്സ്, ഈ സർട്ടിഫിക്കറ്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. സർട്ടിഫിക്കറ്റ്സിനുള്ള ഓപ്ഷൻ വേറെ പല രീതിയിലായിരിക്കും, പല പേരിലായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സർട്ടിഫിക്കറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ അത് ഏത് പേരിലാണെന്നുണ്ടെങ്കിലും സർട്ടിഫിക്കറ്റ് എന്നുള്ള വാക്ക് അതിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്കിവിടെ സർട്ടിഫിക്കറ്റിന്റെ മെനു വന്നു. അവിടെ കാണാൻ പറ്റും വ്യൂ സർട്ടിഫിക്കറ്റ്സ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ആ വ്യൂ സർട്ടിഫിക്കറ്റ്സിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ അവിടെ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, ഇമ്പോർട്ട്. ഓക്കെ, ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്തൊരു സർട്ടിഫിക്കറ്റ് ഇല്ലേ,
ആ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു പോപ്പപ്പ് മെനു വരും. അവിടെ ഈ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ 2 ചെക്ക് ബോക്സ് ഉണ്ട്. അത് രണ്ടും എന്ത് ചെയ്യാം, ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വെരിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രസ്റ്റഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഓക്കെ കൊടുക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പർസ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് ബ്രൗസറിൽ ആഡ് ചെയ്തു. എങ്കിൽ മാത്രമേ ബ്രൗസർ ഒരു റിക്വസ്റ്റ് ആരിലേക്ക് സെൻഡ് ചെയ്യുള്ളൂ, പർസ്യൂട്ടിലേക്ക് സെൻഡ് ചെയ്യുള്ളൂ. ശരിക്കും ബ്രൗസറിന്റെ പണി എന്താണ്, നമ്മൾ ഇൻസ്റ്റഗ്രാമോ വേറെ ഏതെങ്കിലും ഒരു വെബ് പേജ് എടുത്തു കഴിഞ്ഞാൽ ബ്രൗസർ ശരിക്കും എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്, നമ്മുടെ റിക്വസ്റ്റിനെ നേരിട്ട് ഇന്റർനെറ്റിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, എന്നാൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്രോക്സി ആഡ് ചെയ്തുകൊണ്ട് പ്രോക്സി നമ്മൾ സെറ്റ് ചെയ്തു. പ്രോക്സിയിൽ നമ്മൾ ആരെയും സെറ്റ് ചെയ്ത് ടാർഗറ്റ് ആയിട്ട് നമ്മളുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന പർസ്യൂട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, പ്രോക്സി സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് പോകുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ഇന്റർനെറ്റിലേക്കല്ല പോകേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, പർസ്യൂട്ടിലേക്ക് പോയിട്ട് നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരണം. ഓക്കെ, അപ്പൊ അതിന് ബ്രൗസറിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തത്. പർസ്യൂട്ട് വഴി അത് ഡൗൺലോഡ് ചെയ്തു ബ്രൗസറിൽ അത് സെറ്റ് ചെയ്ത് കൊടുത്തു. എങ്കിൽ മാത്രമേ നമ്മളുടെ ബ്രൗസർ ഈ പറയുന്ന ഒരു നാവിഗേഷൻ ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് ആദ്യം ഞാൻ അത് എന്ത് ചെയ്യുന്നു, നോർമൽ ആയിട്ട് ഡിസബിൾ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഞാൻ യൂട്യൂബ് എടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് എടുക്കുന്ന സമയത്ത് ഈ യൂട്യൂബ് എങ്ങനെ ഇപ്പൊ ലോഡ് ആയിട്ടുണ്ടാവാം, എന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് നേരിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു പാക്കറ്റ് ഇന്റർനെറ്റിലേക്ക് പോകുന്നതും ഒരു നമ്മൾ ടാർഗറ്റ് ലൊക്കേഷനിലേക്ക് പോകുന്നത് എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതേ രീതിയിലാണ് ഈ ഒരു സമയത്ത് ഇപ്പൊ യൂട്യൂബ് ഓൺ ആയിട്ടുണ്ടാവുക. കാരണം എന്താണ്, ഞാനത് പ്രോക്സി ഡിസബിൾ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തത്. എന്നാൽ ഞാൻ പ്രോക്സി എനേബിൾ ചെയ്തിട്ടാണ്, ഇപ്പൊ ഞാൻ ഈ പ്രോക്സി ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ, ഒന്നുമില്ല. സ്ക്രീൻ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് വന്നതാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, യൂട്യൂബ് ഇനി ഞാൻ അതിനുശേഷം എക്സ്റ്റൻഷൻ ഓൺ ആക്കിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോക്സി ഓൺ ആക്കിയതിനു ശേഷം ഇതേ സെയിം യൂട്യൂബ് ഞാൻ ഒന്നും കൂടി ആക്സസ് ചെയ്തു. ഓക്കെ, സംഗതി നിങ്ങൾക്ക് യൂട്യൂബ് ഓൺ ആയി വരുന്നുണ്ട്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇവിടെ കാണൂല. എന്താണ്, യൂട്യൂബ് ഓൺ ആയി, നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു, ഇവിടെ യൂട്യൂബ് ലോഡ് ആയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ റിക്വസ്റ്റുകളാണ് നമ്മുടെ കമ്പ്യൂട്ടറിന് അങ്ങോട്ട് പോയതെന്നും എന്തൊക്കെയാണ് തിരിച്ചിങ്ങോട്ട് വന്നതെന്നുള്ളതും ഇവിടെ റെക്കോർഡായി നമ്മുടെ പർസ്യൂട്ടിൽ നമുക്ക് കാണാൻ പറ്റും. കാണുന്നുണ്ടോ, ഞാൻ ആ യൂട്യൂബ് എടുത്തത് മുതൽ ഇവിടെ നിന്നാണ് ഞാൻ ആ യൂട്യൂബ് എടുക്കാൻ ആക്സസ് ചെയ്തത്. ആ യൂട്യൂബ് ആക്സസ് ചെയ്തത് മുതൽ ഓരോ റിക്വസ്റ്റുകളും എന്റെ കമ്പ്യൂട്ടർ നോക്കിയാൽ നമ്മളെ സംബന്ധിച്ച് ഞാനിപ്പോ എന്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു യൂട്യൂബ് എടുത്തതേ ഉള്ളൂ. പക്ഷെ എത്ര റിക്വസ്റ്റാ പോയത് നോക്കേ, ഈ രണ്ടാമത് മുതൽ 24 റിക്വസ്റ്റ് ആണ് വെറുതെ ഞാനൊരു യൂട്യൂബ് ലിങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ഒന്ന് റീഫ്രഷ് ചെയ്തപ്പോൾ പോയ പാക്കറ്റുകളുടെ കൗണ്ട്. ഓക്കെ, അത്രയും റിക്വസ്റ്റ് പാക്കറ്റുകൾ എന്ത് ചെയ്തു, നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പോയി. ആ റിക്വസ്റ്റുകൾക്കൊക്കെ എന്തും വന്നു, റിക്വസ്റ്റ് പോയി, അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പർസ്യൂട്ട് വഴി കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ ഇതുപോലെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്തോട്ട് മീൻസ് പബ്ലിക് നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ സർവറുകളിലേക്കൊക്കെ പോകുന്ന പാക്കറ്റ്സ് അല്ല, റിക്വസ്റ്റുകളെ, വെബിൽ നമ്മൾ റിക്വസ്റ്റ് എന്നല്ല പറയാം, വെബ് റിക്വസ്റ്റുകളെ, HTTP റിക്വസ്റ്റുകളെ, HTTPS റിക്വസ്റ്റുകളെ എല്ലാം നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനും അത് ഇൻസ്പെക്ട് ചെയ്യാനും അതിൽ ചേഞ്ചസ് കൊണ്ടുവരാനും ഒക്കെയാണ്, അതിൽ സ്കാൻ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, പർസ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, പ്രോക്സി ടൂൾ യൂസ് ചെയ്യുന്നത്. ആ പ്രോക്സിക്ക് ടൂളിന് പകരം നമ്മൾ ബ്രൗസറിലാണല്ലോ ഈ പ്രോക്സി ചെയ്യുന്നത്. സോ നമ്മൾ ബ്രൗസറിലാവുമ്പോൾ നമ്മൾ ആ ടൂളിന് എന്ത് പറയും, എക്സ്റ്റൻഷൻ എന്ന് പറയും. ബ്രൗസറിനകത്ത് അഡീഷണൽ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നതാണ്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത്. സോ ബ്രൗസറിലുള്ള എക്സ്റ്റൻഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രോക്സി സെറ്റ് ചെയ്തു.